നമസ്കാരം. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ ആത്മാവിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആത്മാവിൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ആഗ്രഹങ്ങൾ, അതായത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ, പിന്നെ ഭൗതിക മനസ്സായ നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, ടെൻഷൻ, പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് അതിന്റെ ഒരു തുടർച്ചയാണ്. ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര പേടിയായിരിക്കും. ഇപ്പൊ രാത്രി പുറത്തിറങ്ങി നിൽക്കാൻ പേടിയായിരിക്കും. പിന്നെ ഒരു വഴക്കോ ബഹളമോ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിൽ ന്യായം പറയാനോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തന്നെ അന്യായമായി എന്തെങ്കിലും പെരുമാറിയാൽ അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാനോ, എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ ഒക്കെ വരുമ്പോൾ നമ്മളെ അവരടിക്കുവോ, അല്ലെങ്കിൽ നമ്മളെ അവർ ഭീഷണിപ്പെടുത്തുവോ, നമുക്കെന്തെങ്കിലും ദോഷം വരുമോ എന്ന് പേടിച്ച് നമ്മൾ പുറമെ നല്ല ഭയമുള്ളവരായി പലരും ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചില സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പുറമേ ഉള്ള ഭയം കാരണം നമ്മൾ പേടിച്ച് മിണ്ടാതെ ഒതുങ്ങി ഇരുന്നാലും ഒരു പ്രത്യേക സിറ്റുവേഷൻ എത്തുമ്പോൾ, ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഭയങ്കരമായ ഒരു ധൈര്യം, ഒരു തീ ഉണർന്നു വരികയും നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ശബ്ദമൊക്കെ ചിലപ്പം മാറി വേറൊരു ലെവലിലേക്ക്, ഇത്തിരി ഹാർഡായിട്ടൊക്കെ തന്നെ വോളിയം കൂടി വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ആത്മാവിന്റെ ശക്തിയും ബലവുമാണ്. പക്ഷെ അപ്പോ ഭൗതിക മനസ്സാണ് ആകെ പേടിച്ച് വരണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പുറമേ ഭയങ്കര പേടിയും ധൈര്യമില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഭയങ്കരമായ ഒരു ധൈര്യവും ഒരു എനർജിയൊക്കെ വരുന്നത്. പിന്നെ ചിലർ ചോദിക്കും, ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത്? അപ്പൊ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണ്ടേ? അപ്പൊ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. ഇത് ആത്മാവിന്റേതാണോ ഈ ആഗ്രഹം, ഭൗതിക മനസ്സിന്റേതാണോ ആഗ്രഹം? ശരിക്കും രണ്ടും പേർക്കും ഈ ആഗ്രഹമുണ്ട്. അതായത് നമ്മുടെ ബോധ മനസ്സിനും ആഗ്രഹം കാണും, ഭൗതിക മനസ്സിനും ആഗ്രഹം കാണും. ഇതെങ്ങനെയാണ് ഇതിന്റെ ആ ഒരു തിരിച്ചറിവും അതിന്റെ ഒരു അളവും എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ജന്മമെടുത്ത് വരുമ്പോഴും ആ സമയം ഭൂമിയിലുള്ള, അല്ലെങ്കിൽ ഭൂമി പോലുള്ള മറ്റേതെങ്കിലും ഗ്രഹമാണെങ്കിൽ അവിടെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടെ എന്തൊക്കെയുണ്ട് എന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പലതും അനുഭവിക്കാൻ ആത്മാവിന് ആഗ്രഹമുണ്ട്. ഇപ്പം ഒരു ടൂർ പോവുകയാണ്, പല പല സ്ഥലങ്ങളും പല പല രാജ്യങ്ങളൊക്കെ കാണുന്ന ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ആ സ്ഥലങ്ങളും അത് കാണാനുള്ള ആഗ്രഹം ആത്മാവിനും കാണും. കാര്യം ആത്മാവിന് ഇതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൂടെയും നമ്മുടെ കണ്ണിലൂടെയും നമ്മളിലൂടെയാണ് ആ ആത്മാവിന് ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നത്. പക്ഷെ ആത്മാവിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞു, ആത്മാവിന്റെ ആഗ്രഹം കഴിഞ്ഞു. ഇതാണ് ആത്മാവിന്റെ ആഗ്രഹം. എന്തും ആത്മാവിന് ആഗ്രഹമുണ്ട്, അത് അനുഭവിക്കണമെന്നുണ്ട്, അനുഭവിച്ചു കഴിഞ്ഞു, അത് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ കിട്ടിക്കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ ആഗ്രഹം പിന്നെയും പിന്നെയും വരുന്നത് നമ്മുടെ ഭൗതിക മനസ്സിനാണ്. നമ്മൾ എന്ന് പറയുന്നവർ അതിൽ സുഖിച്ചു പോയത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് ആഗ്രഹം വരുന്നത്. പക്ഷെ ആത്മാവിന് അങ്ങനെയല്ല. അതെന്താണ്, എങ്ങനെയാണ്, ഈ അനുഭവം എന്താണെന്ന് അറിയുക, അത്ര മാത്രമേ ആത്മാവിനുള്ളൂ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആഹാര സാധനത്തോട് ഭയങ്കരമായ കൊതി വരണമെങ്കിൽ അത് നമ്മൾ ആത്മാവിനും ആ കൊതി കാണും. കാരണം ആത്മാവ് അത് കഴിച്ചിട്ടില്ലെങ്കിൽ ആ കൊതി ആത്മാവിന് കാണും, ഭൗതിക മനസ്സായ നമുക്കും കാണും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു ആ സാധനം, അതിന്റെ ടേസ്റ്റ് ഇതായിരുന്നു, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ആത്മാവിന് മറ്റു കടയിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും, അവിടെ ഇതേ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഈ അറിവിലോട്ടാണ് നമ്മുടെ ആത്മാവ് പോണത്. അങ്ങനെ ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇതേ സെയിം ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ആത്മാവ് പഠിക്കും, ഇങ്ങനൊരു സാധനമാണെങ്കിലും പലരും പല രുചിയിലും പല കാര്യത്തിലും ഉണ്ടാക്കും. ഇത് അവരവരുടെ കഴിവനുസരിച്ചും അവരവരുടെ വെളിപാട്, അതായത് അവർക്ക് അവരുടെ ദർശനങ്ങൾ അനുസരിച്ചുമാണ് അവർ ഇതിലെ മാറ്റങ്ങൾ വരുത്തി ടേസ്റ്റ് മാറ്റുന്നത്. ആത്മാവ് പഠിച്ചു. പക്ഷെ ഭൗതിക മനസ്സ് ഈ മരണം വരെ ചിലപ്പോൾ അത് കൊതി തീരൂല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആത്മാവായിട്ട് ബന്ധമില്ല. ആത്മാവിനെ അടുത്ത് വേറെ എന്തെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ വരണം. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ തുണി തയ്ക്കുന്നത് എങ്ങനെ, ഒരു ആശാരി ഒരു കഥ ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെ ഉള്ള ഈ സകലമോന കാര്യങ്ങളും അറിയാനും പഠിക്കാനും ആത്മാവിന് ആഗ്രഹം കൊണ്ട്. കാരണം ഇതൊക്കെ അറിവാണ്. പക്ഷെ ഭൗതിക മനസ്സുള്ള നമുക്ക് ചിലപ്പം ഇതിലൊന്നും താല്പര്യം കാണില്ല. നമ്മൾ ചിലപ്പം വെറുതെ
ഏതെങ്കിലും ഒരു ടിവിയിൽ എന്തെങ്കിലും ഒരു ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തൊഴിൽ നമുക്ക് കിട്ടിയാൽ അതിൽ തന്നെ മുഴുകിയിരുന്ന് ഇതൊക്കെയായിരിക്കും ഭൗതിക മനസ്സിന്റെ കാര്യങ്ങൾ. ഭൗതിക മനസ്സിന്റെ ആവശ്യങ്ങളും ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. പക്ഷെ ആത്മാവിന് ചിലപ്പോൾ ഇതായിരിക്കില്ല. ഇത് കണ്ട് മനസ്സിലാക്കി, ഓക്കെ, ഇനി അടുത്ത കണ്ട് മനസ്സിലാക്കി, ഓക്കെ, ഇങ്ങനെ. അതുകൊണ്ടാണ് ഈ ആത്മീയമായി വരുന്ന വ്യക്തികളെല്ലാം ശരിക്കും ഈ പലതും കണ്ടും മനസ്സിലാക്കിയും ഇങ്ങനെ ഈ ദേശാന്തരമായിട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതിന്റെ കാരണം എവിടെയൊക്കെ നടന്ന് നമുക്ക് എവിടെയൊക്കെ പോയി സഞ്ചരിച്ച് എന്തൊക്കെ അറിവ് നേടാൻ പറ്റുമോ, എന്തൊക്കെ കാണാൻ പറ്റുമോ, എന്തൊക്കെ അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം ആത്മാവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ആത്മാവിന്റെ ആഗ്രഹം. പക്ഷെ നമ്മളാണ് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഒരു ഭൗതിക ജോലിയിലോ എന്തെങ്കിലും ഈ ആസുരിക ശക്തികൾ നമ്മളിട്ട് കുരുക്കി നമ്മൾ അവിടെ ബന്ധിച്ചങ്ങ് ഇട്ടേക്കും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ ആത്മാവിന്റെ ഒരു കാര്യങ്ങളോ ഒരു ആഗ്രഹങ്ങളോ സാധിക്കൂല. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും? ഈ ബന്ധനത്തിൽ കിടക്കുന്ന അതിൽ കിടന്നുകൊണ്ട് അതിൽ വേണ്ട കാര്യങ്ങൾ എങ്ങനെ റെഡിയാക്കാം എന്നായിരിക്കും നമ്മുടെ ഭൗതിക മനസ്സിന്റെ ആഗ്രഹം. നമ്മൾ അതിൽ കിടന്ന് ഒഴുകി ജന്മം മൊത്തം അങ്ങ് തീരും. അപ്പൊ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അത് ചിലപ്പോ നശിച്ചു പോകും, അല്ലെങ്കിൽ ഉദ്ദേശിക്കും പോലെ റിസൾട്ട് കിട്ടൂല. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം, അതിനെങ്ങനെ ചെയ്യാം, അതിനുവേണ്ടി എത്ര കടം കൊടുക്കാം, അപ്പൊ കടം കൊടുക്കുന്നു, അതെടുക്കുന്നു, പിന്നെ വിചാരിക്കും പോലെ അത് ബിസിനസ് നടക്കുന്നില്ല, അപ്പൊ ഉടനെ കടം വീടാൻ വേണ്ടി അടുത്ത് എന്ത് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലിട്ട് നമ്മുടെ മനസ്സിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈശാചിക ശക്തികൾ എന്തിലെങ്കിലും ഒരു കുണഷ്ടിലിട്ട് കുരുക്കി വയ്ക്കും. ചിലപ്പോ ഒരു ഭാര്യ ചിലപ്പോൾ ഭയങ്കര ദേഷ്യക്കാരിയും അല്ലെ വയലൻസിയും ഒക്കെ ഉള്ളൊരു ഭാര്യയായിരിക്കും. ചില ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര കഠിന ഹൃദയനൊക്കെ ആയിരിക്കും. ഇതെല്ലാം ഈ അദൃശ്യ ശക്തികളായ നെഗറ്റീവ് ശക്തികൾ നമ്മളെ കുരുക്കാൻ വേണ്ടി ചെയ്യുന്ന വഴികളാണ്. അപ്പൊ അങ്ങനെ കുരുങ്ങി അവിടെ എവിടെയെങ്കിലും പെട്ടുപോയാൽ പിന്നെ ആ കുരുക്കുമായിട്ട് അത് അഴിച്ച് അതിനെ സോൾവ് ചെയ്ത് നമ്മുടെ ജന്മം മൊത്തവും അതിലങ്ങ് പോവും. പക്ഷെ ആത്മാവിനതായിരിക്കില്ല ആഗ്രഹം. ആത്മാവിന് പല പല മേഖലകളും ജയിച്ച് കണ്ട് ആസ്വദിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ പോകാനായിരിക്കും ആത്മാവിന്റെ ആഗ്രഹം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഇനി ആഗ്രഹം തീരണ്ടേ എന്ന് ചോദിച്ചാൽ ആഗ്രഹം തീർക്കണം. കാരണം ആത്മാവിന്റെ ആഗ്രഹമാണെങ്കിൽ അത് അറിയാനും അത് മനസ്സിലാക്കാനും അതിന്റെ ഫലം എന്താണെന്ന് തിരിച്ചറിയാനും നമ്മളെ ആത്മാവ് ആ മേഖലയിലൂടെ സഞ്ചരിച്ച് അത് അനുഭവിച്ച് പഠിക്കണം. ഇതാണ് ആത്മാവിന്റെ ലക്ഷ്യം. ഇത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ ആഗ്രഹത്താൽ സാധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് കഴിഞ്ഞു, ഓക്കെ. ഇനി അതിന്റെ പിറകെ കൂടുതൽ അഡിക്റ്റ് ആയിട്ട് പോകരുത്. അതുകൊണ്ടാണ് ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് ശരിയല്ല എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ അറ്റാച്ച്ഡായിട്ട് കൂടുതൽ അതിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും തോറും നമ്മൾ പിന്നെ നമ്മുടെ ആത്മാവിനെ വഞ്ചിക്കുന്നതിന് തുല്യവുമാണ്. ആത്മാവിന് കൂടുതൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോകാൻ നമ്മളായിട്ട് തന്നെ സമ്മതിക്കാത്തതാണ്. പിന്നെ അടുത്തൊരു സംശയമുള്ളത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം ഇനിയിപ്പോ എന്റെ ഈ ആത്മീയ കാര്യങ്ങളെ കേട്ടിട്ട് ശരിക്കും ഈ ആഗ്രഹങ്ങളുടെ ആവശ്യമില്ല, ആവശ്യങ്ങളാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിന്റെ ആവശ്യമില്ലേ? അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ആഗ്രഹങ്ങൾ തീർക്കണ്ടെന്നുള്ളതല്ല. ആഗ്രഹം തീർക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പക്ഷെ ദൈവത്തോട് ശക്തമായി കിടന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയുന്നത് ശരിക്കും പറയാൻ കറക്റ്റ് അല്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിന് അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു അനുഭവം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ച് അതൊന്ന് അനുഭവിക്കാം. പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ അതോടെ അത് നിർത്തിക്കൊള്ളണം. പിന്നെ അതിന്റെ പിറകെ അതിന്റെ മുകളിലോട്ട് അറ്റാച്ച്ഡായി കയറുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് തെറ്റായി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എത്ര കാലം മുടങ്ങിപ്പോയാലും എന്താണ് നടക്കാത്തത് അത് നേടുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ച് അത് വാങ്ങിച്ചുകൊണ്ടേയിരിക്കണം. കാര്യം നമ്മുടെ ആവശ്യങ്ങൾ ക്ലിയർ ആവാതെ ആത്മാവിന്റെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ നിവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. ഒരു രോഗം വന്നു, കിടപ്പിലായിപ്പോയി, പക്ഷെ ആത്മാവ് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ഈ വയ്യാതെ അസുഖമെന്ന് കിടക്കുന്ന നമ്മളിലൂടെ ആത്മാവിന് കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റൂല. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ രോഗത്തെ മാറ്റി വീണ്ടും ആക്റ്റീവ് ആയാലേ ആ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അതാണ് നമ്മളെ ആവശ്യം എന്ന് പറയുന്നത്. ഇതിൽ വ്യത്യാസമുണ്ട്. ചിലർ പിന്നെയും സംശയത്തിൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും കൂടെ പറഞ്ഞത്. ഈ ആഗ്രഹങ്ങൾ നമുക്ക് എത്രത്തോളം വന്നാലും നമ്മളത് പൂർത്തീകരിക്കാം. പക്ഷെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ പൂർത്തീകരിച്ച ആഗ്രഹം അവിടെ കൊണ്ട് നിർത്തണം. പിന്നെ ചിലപ്പോൾ ഞാൻ മുമ്പ് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, ആത്മീയമായി വളർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആഗ്രഹങ്ങളെല്ലാം താനെ നിന്നു പോകും എന്ന് പറയുന്നതിന്റെ കാരണം ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഈ ജന്മത്തിൽ നമുക്ക് പല പല കാഴ്ചകൾ കാണുമ്പോഴോ പലത് അറിയുമ്പോഴോ ഒക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ വരും. പക്ഷെ നമ്മൾ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ ഇതിന് മെയിനായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് കുറച്ച് പവർഫുള്ളായി ബൂസ്റ്റായി വരികയും അപ്പൊ നമ്മുടെ തലച്ചോറിലെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ആത്മാവിൽ നിന്നും ശക്തമായി കിട്ടാൻ തുടങ്ങുമ്പോൾ
നമ്മൾ മുൻ ജന്മങ്ങളിൽ ഈ ആഗ്രഹം നിവർത്തിച്ച ഒരു ആത്മാവാണെങ്കിൽ നമ്മൾ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ആ കാര്യത്തിലോട്ട് ഉള്ള താല്പര്യം താനെ മാറിപ്പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഉദാഹരണമായിട്ട് പല പല സ്ഥലങ്ങളും പല പല രാജ്യങ്ങളൊക്കെ കറങ്ങി ലോകം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ആത്മീയമായി വളർന്ന് ഒരു ലെവൽ എത്തിയാൽ ഈ എന്റെ മെസ്സേജ് കേൾക്കുകയോ അല്ലെങ്കിൽ ഈ ആത്മീയ കാര്യങ്ങൾ അറിയുകയോ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തോ എങ്ങനെ ചെയ്താൽ ഈ ആത്മാവ് പവർഫുൾ ആയി കഴിഞ്ഞാൽ ഈ ആത്മാവ് മുൻ ജന്മങ്ങളിൽ പല പല രാജ്യങ്ങളോ പല പല സ്ഥലങ്ങളോ കറങ്ങി നടന്ന് സഞ്ചരിച്ച് മതിയായ ഒരു ആത്മാവാണെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ ഈ മനസ്സിലൂടെ ഈ കറങ്ങി നടക്കണം, സ്ഥലങ്ങൾ കാണണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ താനെ കുറഞ്ഞു വരും. ഒരു ലെവലാവുമ്പോൾ കറങ്ങി നടക്കാനുള്ള ആഗ്രഹമേ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലായിക്കോളും ആത്മാവ് പണ്ടെങ്ങാണ്ടോ ആ ആഗ്രഹം നിവർത്തിച്ച് കഴിഞ്ഞതാണ്. ഇതേപോലെ പല ആഗ്രഹങ്ങളും നമ്മൾ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ താനെ നമ്മുടെ മനസ്സിൽ നിന്നും അത് മാറിപ്പോകും. അതിന്റെ കാരണം നേരത്തെയുള്ള ജന്മങ്ങളിൽ ഈ സെയിം ആഗ്രഹങ്ങൾ അപ്പോ സാധിച്ച് ആത്മാവ് അത് പഠിച്ചതാണ്. പക്ഷെ ആത്മീയമായി അല്ലാത്ത ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഈ ജന്മത്തിലും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ആത്മാവിന് അനുഭവിക്കാൻ പറ്റൂല. വീണ്ടും ജന്മമെടുത്ത് വരേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു കാര്യം. ഇത് ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ നേരത്തെയുള്ള ജന്മത്തിൽ ഈ ആഗ്രഹങ്ങൾ സാധിച്ചോ ഇല്ലയെന്ന് നമ്മൾ ഈ ജന്മത്തിൽ എങ്ങനെ തിരിച്ചറിയും എന്നതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഈ ജന്മത്തിൽ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ ആ ഉണ്ടായിരുന്ന ആഗ്രഹം താനെ നമ്മുടെ മനസ്സിൽ നിന്ന് വേണ്ടാന്ന് തോന്നി അങ്ങ് പോകും. ഇപ്പൊ ഉദാഹരണം തന്നെ എന്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കോളേജിലും അവിടെ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ മിമിക്രിയും നാടകവും ഒക്കെ കളിച്ച് ഭയങ്കര ഒരു കലാകാരന്റെ ലെവലിൽ ഉയർന്നു വന്നതാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമയിൽ കയറി ഒരു വില്ലൻ കഥാപാത്രമോ ഒരു കൊമേഡിയനോ ഒക്കെ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും ആ കാലത്ത് സാധിച്ചില്ല. ഭയങ്കരമായ തടസ്സങ്ങൾ വന്നു. പിന്നീട് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടി പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചെടുക്കുന്ന ലെവലിൽ വന്ന് ഞാൻ ആത്മീയമായി ഉയർന്നു വന്നപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം താനെ എന്നിൽ നിന്ന് പോയി. കാരണം എന്റെ മുൻ ജന്മങ്ങളിൽ എവിടെയൊക്കെയോ ഞാൻ കലാപരമായിട്ട് നല്ല ശോഭിച്ച് ആഗ്രഹം തീർത്ത ഒരു ആത്മാവാണ് ആയതുകൊണ്ടാണ് ഈ ആത്മവളർച്ച വന്നപ്പോൾ ആ ആഗ്രഹമെല്ലാം താനെ പോയി. ഇപ്പൊ ഈ കോമഡിയും ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ആസ്വദിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ആഗ്രഹങ്ങളൊന്നും അതിന് പ്രകാരം ഇല്ല. ഇതേപോലെ നമ്മളും ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ നമുക്കുള്ള പല ആഗ്രഹങ്ങളും താനെ മാറിയിരിക്കും. ഇനി മാറുന്നില്ല എങ്കിൽ അതിനർത്ഥം ആത്മാവ് അത് ആസ്വദിച്ചിട്ടില്ല, അത് അനുഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ അത് അനുഭവിക്കാനും ആസ്വദിക്കാനും നിങ്ങൾ തന്നെ അവസരം ഉണ്ടാക്കണം. അവസരം ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പിന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് സാധിക്കണം. സാധിച്ചു കിട്ടിയാൽ പിന്നെ അതിൽ അറ്റാച്ച്ഡായി പോവാതെ സൂക്ഷിച്ചുകൊള്ളുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ ആത്മാവിന് കഴിഞ്ഞ എന്റെ മെസ്സേജിലൊക്കെ പറഞ്ഞല്ലോ, ആത്മാവിന് ഇപ്പം ഹൈറ്റ് പൊക്കത്തിലോട്ട് കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ കാലിൽ നിന്നൊരു തളർച്ച പോലെ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ട് അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷൻ വരെ ആയിപ്പോകുന്നു. പിന്നെ നെഗറ്റീവ് ശക്തികളെയൊക്കെ സ്വപ്നത്തിൽ കാണുന്ന ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിയുമ്പോൾ ആ കയ്യോ കാലോ വായോ ശബ്ദമോ ഒന്നും വരാത്ത ലെവലിൽ പേടിച്ച് സ്റ്റക്കായി പോകുന്ന അവസ്ഥകൾ. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ മാറി ആ ആത്മാവ് ബലപ്പെട്ട് വരുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് സിമ്പിളാണ്, പ്രാക്ടീസ്, വേറെ ഒരു വഴിയില്ല. അതാണ് മുൻ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല പല കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവും ആ തെറ്റ് പഠിച്ച് അതിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ശരി. ഇപ്പൊ എന്റെ മെസ്സേജിലൂടെയും അതിലൂടെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുന്നു, ശരിയാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ അതങ്ങോട്ട് മാറ്റാനോ ശരിയിലോട്ട് പ്രവർത്തിക്കാനോ നമുക്ക് പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, അത്രത്തോളം നമ്മളെ ആത്മാവ് അതിൽ പെട്ട് ട്രാപ്പായി കിടപ്പുണ്ട്. അങ്ങനെ പഠിച്ച് ശീലിച്ചു വെച്ചിരിക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ് ശരി എന്ന രീതിയിൽ മനസ്സിനെ നിരന്തരം മനസ്സുകൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെ നാൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ആത്മാവ് ആ ശരിയിലോട്ട് മാറി ചെയ്യും. അപ്പൊ നമ്മുടെ പ്രവൃത്തിയൊക്കെ പിന്നീട് നമ്മൾ പോലും അറിയാതെ ആ പഠിച്ച കാര്യത്തിലോട്ടായിരിക്കും. ഇങ്ങനെ പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ. പിന്നെ ഈ അദൃശ്യ ശക്തികളെ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെ കാണുമ്പോൾ ഉള്ള പേടിയും അതൊക്കെ നമ്മൾ പല ആവർത്തി കണ്ട് പേടിച്ച് വീണ്ടും കണ്ട് പേടിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ശബ്ദം ഇട്ട് തുടങ്ങും, കയ്യും കാലൊക്കെ അനക്കി തുടങ്ങും. ആ കിടന്ന കിടപ്പിൽ തന്നെ ദൈവമായിട്ട് ശക്തമായി പ്രാർത്ഥിച്ച് നമ്മൾ ബലപ്പെട്ട് വരും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പിന്നെ പിന്നെ വരാൻ തുടങ്ങും. ഇങ്ങനെ നിരന്തരമായി പല ആവർത്തി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്ന് പിന്നീട് ഇങ്ങനെയുള്ള ശക്തികളെ കാണുമ്പോൾ നമ്മുടെ ആത്മാവ് പവർഫുള്ളായി നിന്നുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യുന്നതും അല്ലെ അതിനെ ഓട്ടിക്കുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ ആത്മാവ് തന്നെ ബലപ്പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ ഹൈറ്റിൽ കയറുമ്പോൾ ഉള്ള തളർച്ചയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നമ്മൾ നിരന്തരം
ഹൈറ്റിൽ പിന്നെയും കയറണം. കയറി വരുമ്പോൾ നമ്മളെ ആത്മാവ് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അത് ബലപ്പെട്ട് വരും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ആത്മാവിന് ബലമില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തും പല ആവർത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തും ആത്മാവിനെ ബലപ്പെടുത്തിയെടുക്കുക. അതിന് വേറെ എളുപ്പ വഴി ചുരുക്ക പരിപാടിയൊന്നുമില്ല. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യൂ അത്രയും പെട്ടെന്ന്. ഇപ്പൊ ഒരു ദിവസം ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഒരു ദിവസം തന്നെ ഒരു 50 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അത്രയും പെട്ടെന്ന് ആത്മാവ് മാറി വരും. ഇതാണ് അതിന്റെ കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ചോദിക്കുക. ഞാൻ വീണ്ടും മെസ്സേജുകൾ തയ്യാറാകും. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വേറൊരു മേഖലയായിട്ട് പറയും. ഇതിന്റെ അകത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പല പല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില സംശയങ്ങൾ വരും. അപ്പൊ സംശയങ്ങൾ വരുന്ന അനുസരിച്ച് എനിക്ക് കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.